സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഉയരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്ന് എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ബിനോയ് ന്യൂ ജനറേഷൻ ഡ്രൈവിംഗ് സ്കൂൾ എന്ന സ്ഥാപനം നടത്തുന്ന മിസ്റ്റർ ബിനോയിയാണ് നമ്മൾ ഈ ഉയരങ്ങളിൽ കൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. എത്ര നാളായി ഈ ബിനോയ് ന്യൂ ജനറേഷൻ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട്? ബിനോയ് ന്യൂ ജനറേഷൻ എന്ന ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 1 വർഷം തികയുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് 1984 മുതൽ തന്നെ ബിനോയ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഫോർട്ട് കൊച്ചിയിൽ തന്നെ വേറെ സ്ഥാപനം ഉണ്ടായിരുന്നു. എന്താണ് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഡ്രൈവിങ്ങിനോടുള്ള ക്രേസ്, അതുപോലെ തന്നെ ഫാദറായിട്ടും ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ, അതായത് ഡ്രൈവിംഗ് ഫീൽഡ് തന്നെയായിരുന്നു. പിന്നെ ടീച്ചിങ് പ്രൊഫഷൻ, അതൊരു പ്രൊഫഷണൽ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. ഡ്രൈവിങ്ങും ടീച്ചിങ്ങും കൂടി ഒരുമിച്ചായപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഫീൽഡിലേക്ക് തിരിഞ്ഞു. ക്വാളിഫിക്കേഷൻ ശരിക്കും സാറിൻ്റെ ക്വാളിഫിക്കേഷൻ അതെന്താ ക്വാളിഫിക്കേഷൻ? ഞാൻ IT MMB പ്ലസ് ഡിപ്ലോമയാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു രഹസ്യം കാണും. എന്താ അത് സാധാരണ ഇതെല്ലാം പഠിച്ചിട്ട് ഒന്നില്ലേ പുറത്തേക്ക് പോകുക, ഭയങ്കര സ്കോപ്പുള്ളൊരു ഫീൽഡാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ജനങ്ങൾ ഒരു വീട്ടിലൊരു കാറ് എന്ന നിലക്കാണ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ അതിൽ നിന്നെല്ലാം ഒതുങ്ങിയിട്ട് ഈ അച്ഛൻ്റെ കൂടെ അല്ലെ ഫാമിലിയുടെ കൂടെ കൂടാണ്ടായ കാരണം? സ്വന്തം നാട്ടിൽ നമുക്ക് തന്നെ സ്വന്തമായൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരറിയാം, നമ്മളെ അന്വേഷിച്ച് മറ്റുള്ളവരറിയാം, നമ്മളെ കണ്ട് മറ്റുള്ളവർ ചെയ്യുക. അങ്ങനെ ഒരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് നമ്മളവരുടെ പുറകെ പോകുക എന്നുള്ള ഒരു താല്പര്യമുള്ളൊരു വ്യക്തിയല്ല ഞാൻ. സാറിൻ്റെ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് കാറുകളാണുള്ളത്? അത് ന്യൂ ജനറേഷനിൽപ്പെട്ട മാരുതി 800 മുതലുള്ള എല്ലാ വാഹനങ്ങളും, 800, ഓംനി, മാരുതി സെൻ, സാൻഡ്രോ, ഇൻഡിക, എസ്റ്റിലോ, ഇൻഡിഗോ ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് വരുന്നത്. അതിൽ പവർ സ്റ്റിയറിംഗ് വാഹനങ്ങളുണ്ട്, മാനുവൽ സ്റ്റിയറിംഗ് ഉണ്ട്, ഫ്യൂൽ കൺസപ്ഷൻ ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും. അതിൻ്റെ ഡിഫറൻസ് നമ്മുടെ യൂസറിന് ഡിഫറൻസ് അതിൻ്റെ മനസ്സിലാവും വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. ഫ്യൂൽ കൺസപ്ഷൻ്റെ ഡിഫറൻസ്, ഇപ്പോൾ ഡീസലാണെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻസ് ഉണ്ടാവും, പെട്രോൾ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും, ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ വ്യത്യാസം. പറഞ്ഞ എല്ലാം 3 ഇതിലുള്ള വാഹനങ്ങളും നമ്മളിവിടെ പ്രാക്ടീസ് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരാൾ ആദ്യമായിട്ട് എല്ലാവരുടെയും ആഗ്രഹം ലൈസൻസ് എങ്ങനെയെങ്കിലും ചുടുവലൊക്കെ എടുത്തുകൊണ്ട് പോകുക എന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലായത് നടക്കില്ല, അത് പഠിച്ച് ശരിക്കും പഠിത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് അതിനുള്ള ഇത് തയ്യാറെടുപ്പ് നടത്തിയിട്ട് കൊടുക്കുള്ളൂ. എങ്ങനെയാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു മാസം നിലക്ക് ഡീൽ ചെയ്യും? ഞങ്ങൾ താല്പര്യപ്പെടുന്നത് കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കാനല്ല, വരുന്ന സ്റ്റുഡൻറ്റ് ഒരു നല്ലൊരു ഡ്രൈവറായി അവൻ സ്വന്തം വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് 30 days കോഴ്സാണ് വരുന്നത്. 25 days പ്രാക്ടിക്കൽ വരുന്നുണ്ട്, 1 day തിയറി വരുന്നുണ്ട്. 20 minutes ക്ലാസ്സാണ് ഒരു ദിവസം. അത് നമ്മൾ പറയുമ്പോൾ 20 minutes എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വരില്ല. പക്ഷേ നോർമൽ പോകുമ്പോൾ ഒരു ബാച്ചായിട്ട് പോകുമ്പോൾ വരുമ്പോൾ 1.5 hour 2 hour കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ നോർമലി നമ്മൾ പറയുമ്പോൾ 2 hour ക്ലാസ്സാണ്. പക്ഷേ പെർ ഹെഡ് ഒരു വ്യക്തി വരുമ്പോഴേക്കും 20 minutes ക്ലാസ്സാണ് അവർക്ക് കിട്ടുന്നത്. ഒരു ബാച്ചായിട്ട് പോകുമ്പോൾ 2 hours 2.5 hour വരും. സ്റ്റുഡൻറ്റ് വരുമ്പോൾ ആദ്യം തന്നെ വന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, കോൺടാക്ട് നമ്പർ കൊടുക്കുക, അവർ ഏജ് അതായത് 18 വയസ്സ് കഴിഞ്ഞു അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് പ്രൂഫ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളുടെ സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറയും, ലേണിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ലേണിങ്ങിന് അപ്പിയർ ചെയ്യാം. ലേണിങ്ങിന് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുമ്പ് ലേണിങ് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു തിയറി ക്ലാസ് ഉണ്ടാവും. എന്താണ് മോട്ടോർ വാഹന നിയമങ്ങൾ,
അതിനെപ്പറ്റി ഒരു അവബോധം വരുന്ന സ്റ്റുഡൻറ്റിൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നു. അതിനുശേഷമാണ് ടീച്ചിങ്ങിലേക്ക്, പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. വേറെ ഉണ്ട്. വേറെ ഇൻസ്ട്രക്ടർ 5 ഇൻസ്ട്രക്ടേഴ്സോളം വേറെയുണ്ട്. ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻറ്റ് ഒന്നും അറിയാൻ പാടില്ല, ഒന്നിൻ്റെ കാറിൽ ഇരുന്ന പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കണ്ടു പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവന് ബേസിക് എങ്ങനെ ഇത്, അതായത് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിപ്പിക്കാറുണ്ട്. ആദ്യം ഒരു സ്റ്റുഡൻറ്റ് ഞങ്ങളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു വാഹനം, അതാണ് ആദ്യം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 5 ക്ലാസ്സുകൾ ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത്. ചീഫ് ഇൻസ്ട്രക്ടർ തന്നെ ആയിരിക്കും ആദ്യത്തെ 5 ക്ലാസ്സുകൾ എടുക്കുന്നത്. ബാക്കി അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സിന് അവരെ കൊടുക്കുന്നത്. അതായത് ഗിയർ വരെയുള്ള കണ്ടീഷൻ അവരായി കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കയ്യിലേക്ക് കുട്ടികൾ പോകുന്നത്. കൂടുതലുണ്ട്, പക്ഷെ കൂടുതൽ ലേഡീസ് താല്പര്യപ്പെടുന്ന ലേഡി ഇൻസ്ട്രക്ടേഴ്സാണ്. ഇപ്പോൾ വരുന്നതിൽ ഒരു 50% ലേഡീസാണ് ഇപ്പോൾ കൂടുതൽ. നേരത്തെ ആൺകുട്ടികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നതിൽ കൂടുതൽ പെൺകുട്ടികളാണ് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നത്. ഇത് എങ്ങനെയെങ്കിലും കടത്തൊപ്പിച്ച് ടെസ്റ്റ് എടുത്ത് പാസ്സായി പോകാന്ന് പറഞ്ഞാൽ മാഷ് സമ്മതിക്കാറില്ല. മാക്സിമം ഞാൻ സമ്മതിക്കാറില്ല. പിന്നെ ചില കേസുകളൊക്കെ വരാറുണ്ട്, ചില ഏജ്ഡ് കേസ്, അവർക്കൊക്കെ ഓൺലി പ്രാക്ടീസ് ചെയ്യും, കുറേ നാളുകൾ കൊണ്ട് മാത്രമേ ശരിയാവുന്ന കേസ്. ഇപ്പോൾ മാഷ് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഗ്യാസിൻ്റെ വണ്ടിയുണ്ട്, പെട്രോളിൻ്റെ, ഡീസലിൻ്റെ. ഇപ്പോൾ ഗ്യാസിൻ്റെ വണ്ടി അങ്ങനെ സ്പെഷ്യൽ അങ്ങനെ തന്നെ ഓടിച്ചിട്ട് അവൻ വാങ്ങിക്കാൻ പോകണം, ഗ്യാസിൻ്റെ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇല്ല, അതിൻ്റെ ഫ്യൂൽ കൺസപ്ഷൻ, അതായത് വണ്ടിയുടെ പെർഫോമൻസ്. ഫ്യൂൽ ഇപ്പോൾ ഡീസലാണെങ്കിൽ അതനുസരിച്ചായിരിക്കും അതിൻ്റെ പെർഫോമൻസ്. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അതനുസരിച്ച് എഞ്ചിൻ്റെ പെർഫോമൻസ്, വണ്ടിയുടെ സ്പീഡ് അതുപോലെ ഇരിക്കും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ആകുമ്പോൾ അതനുസരിച്ച് വ്യത്യാസം വരും. കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അതനുസരിച്ച് സ്മെല്ലും വരും, വണ്ടിയുടെ പെർഫോമൻസ് വ്യത്യാസമുണ്ട് അതിൽ. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർക്ക്, കൂടെ ഇരിക്കുന്നവർക്ക് അതനുസരിച്ച് കംഫർട്ടബിൾ പെട്രോൾ വാഹനങ്ങളാണ്. അതുപോലെ തന്നെ ഡീസലാണ്. നമ്മൾ മണി നോക്കാൻ നേരത്ത് നമുക്ക് ഡീസൽ വാഹനങ്ങളാണ് കൂടുതൽ താല്പര്യപ്പെടുന്ന ആളുകൾ.